2025 വർഷത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. വാർഷിക ഫലം കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏകദേശം 90% നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കമന്റ് ബോക്സിൽ നിന്നും മറ്റും നേരിട്ടും വരുന്ന ആൾക്കാരിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ വർഷവും നിങ്ങളുടെ ഒരു വർഷക്കാലയളവിൽ എപ്രകാരമാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം ഗുണപ്രതീക്ഷ നിലനിർത്തുന്ന ഒരു വർഷമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് ചാഞ്ചാടി നിന്ന പല അവസരങ്ങളും, അതായത് കിട്ടും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന പല അവസരങ്ങളും ഈ സമയത്ത് കൈവശം വന്നു ചേരാൻ കാരണം കാണുന്നുണ്ട്. തട്ടിമാറിപ്പോയ പല ഭാഗ്യ അനുഭവങ്ങളും ഇത്തവണ കൈവെള്ളയിൽ വന്നു ചേരാം. അത് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ എടുത്തുചാട്ടം മുഖേന കുറഞ്ഞ ചെലവിലൊക്കെ നിർവഹിച്ചെടുക്കാവും പറ്റുമായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ വെപ്രാളം കൊണ്ട് നമ്മൾ കൂടിയ ചെലവിൽ ചെയ്തു തീർത്ത് പിന്നീട് പരിതപിക്കേണ്ടി വരുന്ന അവസ്ഥ എത്തിച്ചേരാം എന്നും കാണുന്നുണ്ട്. ശരീരത്തിലെ അമിത കൊഴുപ്പ്, ദുർമേധസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതികളൊക്കെ നമുക്ക് ഈ ഒരു കാലയളവിൽ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ ചിലത് എക്സർസൈസിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നും പറയുന്നുണ്ട്. എന്തായാലും അമിത ശരീരഭാരമുള്ളവർ ഈ ഒരു കാലഘട്ടത്തെ അതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് ഡിലേ വന്നാലും ശരി, അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്ന വർഷമായിരിക്കും 2025. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന വർഷമാണ് 2025. പക്ഷേ ചില പ്രത്യേക വിഷയങ്ങളിലേക്ക്, അതായത് നമുക്ക് പഠനത്തിന് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോകാവുന്ന ഒരു പ്രവണതയും കൂടി ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള മൊബൈൽ ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു കുറവ് വരുത്തണം, ഒരു പരിമിതി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് പഠന പുരോഗതി വരും എന്ന് കേട്ടിട്ട് നമ്മൾ പഠിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ നമുക്ക് ഒരു തരത്തിലും ബാധകമല്ലാത്ത കാര്യങ്ങൾ, അത് അതിന്റെ വഴിക്ക് പോകുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെ പോലും എടുത്ത് തോളത്ത് വച്ചിട്ട് പിന്നെ അതിൻ മൂലം മനോവിഷമങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഈ 2025 കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ബാധ്യതകൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കണം. വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് 2025. അതായത് ദീർഘകാലമായിട്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, എന്നിട്ടും കിട്ടാതെ നിൽക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. ചിലർക്ക് ചിലപ്പോൾ ജാതകത്തിലെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് അല്ലാതെയുള്ള ചില പ്രശ്നങ്ങളായിരിക്കും. അതായത് കൃത്യമായ അന്വേഷണമൊന്നുമില്ലാത്തവർക്ക് നന്നായിട്ട് അന്വേഷണം വേണം. ജാതകപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കല്യാണം അടുപ്പിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പ്രണയിതാക്കളിൽ അവരുടെ ജീവിതത്തിൽ ചില കല്ലുകടികളൊക്കെ സംഭവിച്ചേക്കാം. പ്രത്യേകിച്ച് വാക്കുകൾ, ചില നിർബന്ധ ബുദ്ധി, ഇതൊക്കെ കാരണം പ്രണയ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാകാനും രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനും സാധ്യത കാണുന്നുണ്ട്. അനവസരത്തിലുള്ള വാക്കുപിഴ മൂലം നമ്മുടെ കൂടെ അടുപ്പത്ത് ചേർന്ന് നിൽക്കുന്ന പല വ്യക്തികളും നമ്മിൽ നിന്ന് അകന്നു മാറാനും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആത്മമിത്രങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പെട്ടെന്നുള്ളിൽ വരുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ് അവസാനം അവർ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഈ ഒരു കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പിന്നെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് 2025. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അയാളുടെ ഉദ്ദേശ ശുദ്ധി കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. നമ്മൾ സഹായത്തിന് വേണ്ടി നിന്നു കൊടുക്കും, അയാൾ മോശപ്പെട്ട ചില പ്രവൃത്തികളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ കുറ്റത്തിൽ പങ്കാളിയാവുകയും ദുരാരോപണങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും എന്നാണ് കാണുന്നത്. വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം
ഈ കൊല്ലം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഗൾഫ് രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ട്. പക്ഷേ വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ തൊഴിലിൽ നേരിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം എന്നാണ് കാണുന്നത്. ഇനി വിദേശത്ത് നിന്നിട്ട് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വർഷാന്ത്യത്തിൽ അതിനുള്ള അവസരം കൈവരുന്നതാണ്. ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം വരും. ക്ഷേത്രങ്ങളായിട്ടോ എന്തെങ്കിലും സ്ഥലങ്ങളായിട്ടോ ഒക്കെ കാണാനും യാത്ര ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക്, ആ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ മുന്നിൽ വന്ന് കിട്ടുന്നതാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, നന്നായിട്ട് അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലിസ്റ്റിലൊക്കെ വന്നു പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല, ലിസ്റ്റിൽ വന്നു പെട്ടവർക്ക് തൊഴിൽ നേടിയെടുക്കാനും ഈ ഒരു സമയം ഗുണകരമാണ്. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അവരുടെ വേഗതയെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. വൈകുന്നേര സമയത്ത് വളരെയധികം വേഗതയിൽ സഞ്ചരിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാകുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒഴുക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഒഴുക്ക് വെള്ളത്തിൽ ഇറങ്ങുക, അതിന്റെ കരയിലൊക്കെ പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് അപകടകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഈ രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതാണ്. അപ്പോൾ 2025 വർഷത്തിലെ നമ്മുടെ കുറച്ച് ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ ദോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വിട്ടുമാറി നിൽക്കാം. പക്ഷേ എല്ലാ കാര്യവും നമ്മുടെ കടിഞ്ഞാണിൽ നിൽക്കുന്നതൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യാം? കുറച്ച് പരിഹാരങ്ങളുണ്ട്. ഈശ്വര കൃപയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില പരിഹാരങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ശിവന് ജലധാര കഴിപ്പിക്കുന്നതാണ്. മലയാള മാസം 1-ാം തീയതി തോറും തുടർച്ചയായിട്ട് ജലധാര മാസത്തിൽ 1 പ്രകാരം കഴിപ്പിച്ചോളൂ. മാത്രമല്ല, വനദുർഗാദേവി ക്ഷേത്രത്തിൽ ചുവന്ന മാല, ഹാരം ഇവയൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അത് മാസത്തിലെ അവസാനത്തെയോ ആദ്യത്തെയോ വെള്ളിയാഴ്ച തോറും ചെയ്തോളൂ. മുരുകക്ഷേത്രത്തിൽ ഭസ്മം നടക്കി വയ്ക്കുന്നത് വളരെ ഗുണകരമാണ്. ഷഷ്ടി തോറുമാണ് അത് വേണ്ടത്. ഗണപതിക്ക് കറുകപ്പുല്ല് കൊണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല, പാശിപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കോ ഇത് അയച്ചു കൊടുക്കുകയും കമന്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും.